ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. നിതീഷ് കുമാർ NDA പാളയത്തിലേക്ക് ചേക്കേറിയെങ്കിലും കോൺഗ്രസ് RJD സഖ്യത്തിന് വലിയ സാധ്യതകളാണ് ഇന്നും ബീഹാറിലുള്ളത്. അധികാരമോഹത്തിന്റെ പുറത്തു മാത്രമാണ് നിതീഷ് കുമാർ NDAക്ക് കൈകൊടുക്കാൻ തീരുമാനിച്ചത്. മുന്നണി മാറി നിതീഷ് പോയെങ്കിലും കോൺഗ്രസ് RJD സഖ്യത്തിന് ഒരു പോറൽ പോലും ബീഹാറിൽ ഏറ്റിട്ടില്ല എന്നതാണ് വാസ്തവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റുകളിൽ ധാരണയിലെത്തുവാൻ സാധിച്ചത് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് പുതുജീവനാണ് ബീഹാറിൽ നിന്നും നൽകുന്നത്. മുന്നണി ഒറ്റക്കെട്ടാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണി അട്ടിമറികൾ നടത്തുമെന്നും മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ തേജസ്വി യാദവ് അടിവരയിട്ട് പറയുന്നുമുണ്ട്. ധാരണ പ്രകാരം 26 സീറ്റുകളിൽ RJD ബീഹാറിൽ ജനവിധി തേടുന്നുണ്ട്. 9 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 5 സീറ്റുകളിൽ ഇടതുപക്ഷവും മത്സരിക്കും. കോൺഗ്രസ് നേതാവായ മുകുൾ വാസ്നിക്കിന്റെ നേതൃത്വത്തിലാണ് ബീഹാറിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ നടന്നത്. 9 സീറ്റുകളിൽ മത്സരിക്കുവാനാണ് കോൺഗ്രസ് ഒടുവിൽ തീരുമാനിച്ചത്. കിഷൻഗഞ്ച്, കട്ടിഹാർ, ഭഗൽപൂർ, മുസാഫർപൂർ, സമസ്തിപൂർ, വെസ്റ്റ് ചമ്പാരൻ, പട്ന സാഹിബ്, സാസനം, മഹാരാജ്ഗഞ്ച് എന്നീ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആരാ, കരാഘട്ട്, നളന്ദ സീറ്റുകളാണ് CPI-MLന് നൽകിയിരിക്കുന്നത്. ഖഗാരിയയിൽ CPM-ഉം ബഗുസാരയിൽ CPI-യും മത്സരിക്കും. ഗയ, നവാഡ, ജഹാനാബാദ്, ഔറംഗാബാദ്, ബക്സർ, പട്ലിപുത്ര, മുംഗർ, ജാമുയി, ബാഹ്ഗ, വാൽമീകി നഗർ, പൂർവി ചമ്പാരൻ തുടങ്ങിയ പരമ്പരാഗത മണ്ഡലങ്ങളിൽ RJD മത്സരിക്കും. ഏപ്രിൽ 19-നാണ് ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നുവെങ്കിലും എല്ലാം പൊടുന്നനവെ അവസാനിപ്പിക്കാൻ സാധിച്ചത് തന്നെ ഒരു വലിയ നേട്ടമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ ചുവടുമാറ്റം അനുഗ്രഹമായതായും കാണാൻ സാധിക്കും. പല BJP പ്രവർത്തകരും നിതീഷ് കുമാറിന്റെ തിരിച്ചുവരവിൽ അസംതൃപ്തരാണ് എന്നതാണ് നേരത്തെ വരുന്ന വാർത്തകൾ. ഇതിനു പുറമെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ ഭരണവിരുദ്ധ വികാരം അലിയടിക്കുന്നുമുണ്ട്. നിതീഷ് കുമാറിനെതിരെയുള്ള ഈ ഭരണവിരുദ്ധ വികാരം ഈ സാഹചര്യത്തിൽ BJPയുടെ വിജയത്തിന് ഭീഷണി ആയേക്കാനുള്ള സാധ്യതകളും കാണുന്നുമുണ്ട്. നിതീഷ് കുമാറിനെതിരെ NDAയിലും അതൃപ്തി പുകഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. നിതീഷ് കുമാറിനെ സ്വീകരിക്കരുത് എന്നതാണ് NDAയിലെ ചില പാർട്ടികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. നിതീഷ് എത്തിയാൽ തങ്ങളുടെ പ്രാധാന്യം മുന്നണിയിൽ ഇല്ലാതാകുമെന്ന് കരുതുന്ന ഒരു വിഭാഗമാണ് നിതീഷിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നിതീഷ് വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവാണെന്ന് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. വർഷങ്ങളോളം NDA മുന്നണിയുടെ ഭാഗമായിരുന്ന JDU 2014-ൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മുന്നണി വിടുകയായിരുന്നു. പിന്നീട് നിതീഷ് കോൺഗ്രസിനൊപ്പവും RJDക്കൊപ്പവും മഹാസഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരുണ്ടാക്കി മുഖ്യമന്ത്രിയാവുകയായിരുന്നു. എന്നാൽ പിന്നീട് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മഹാസഖ്യം വിട്ട് NDAയുടെ ഭാഗമാവുകയായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് മഹാസഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയായിരുന്നു അദ്ദേഹം. ശേഷം BJPയെ നേരിടാൻ പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വലിയ പങ്ക് വഹിച്ച നിതീഷ് ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ തുടരുന്നിടെയാണ് വീണ്ടും NDA പാളയത്തിലേക്ക് മടങ്ങിയതും.